ഇവിടെ അക്രിലിക് യൂസ് ചെയ്യാനായിട്ട് നമ്മളിന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് ക്യാൻവാസ് ആണ്. ഇത് സ്ട്രെച്ച്ഡ് ക്യാൻവാസ് ആണ്. കൂടാതെ ഇവിടെ ഐവറി കാർഡും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഐവറി കാർഡ് ഒരു 300 GSMൻ്റെ ഐവറി കാർഡാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐവറി കാർഡിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ അക്രിലിക് മീഡിയം യൂസ് ചെയ്യാം. നോർമൽ പേപ്പറിലും അക്രിലിക് മീഡിയം യൂസ് ചെയ്യാം, പക്ഷേ ക്വാളിറ്റി എത്ര ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കൂടാതെ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ബ്രഷുകളും റൗണ്ട് ബ്രഷുകളുമാണ് നമ്മൾ ഈ ഒരു മീഡിയം കൈകാര്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്കെച്ചിങ്ങിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കളർ എടുക്കണം. വൈറ്റ്, അതുപോലെ തന്നെ അൾട്രാമറൈൻ ബ്ലൂ, ബ്ലാക്ക്, പെർമനൻറ്റ് ഗ്രീൻ, യെല്ലോ ഓക്കർ, സാപ്പ് ഗ്രീൻ, റഷ്യൻ ബ്ലൂ, പിന്നെ നമ്മൾ ഈ ബോട്ടിലുള്ള 2 കളറുകൾ എടുക്കുന്നുണ്ട്. ഇത് കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിന് അടിക്കുന്നത്. കാരണം വളരെ തിന്നായിട്ടുള്ള കളറാണ് ഈ ബോട്ടിലിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ക്വാളിറ്റി ഇല്ലാത്തതായിരിക്കും. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിനായിട്ട് ഞാൻ യൂസ് ചെയ്തത്. ഇനി നിങ്ങൾ അക്രിലിക് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വാങ്ങിക്കുന്ന സമയത്ത് ബോട്ടിലുള്ള കളറുകൾ മാക്സിമം ഒഴിവാക്കി ട്യൂബിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ബോട്ടിലുള്ള കളറുകളിൽ പിഗ്മെൻറ്റ് റേഷ്യോ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കുറവായിരിക്കും. പക്ഷേ ട്യൂബിലുള്ള കളറുകൾ ഇത്തിരി തിക്കായിട്ടുള്ള കളറാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം പിഗ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിലുള്ള കാരണം തന്നെ നല്ല ക്വാളിറ്റി ആയിരിക്കും. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് മാത്രം ഈ ഒരു പെയിൻറ് യൂസ് ചെയ്യുക. ഓയിൽ പെയിൻറ് ഉപയോഗിച്ച് എങ്ങനെയാണോ ഒരു ചിത്രം പെയിൻറ് ചെയ്തെടുക്കുന്നത് അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് അക്രിലിക് മീഡിയം യൂസ് ചെയ്തും ഈ ഒരു ചിത്രം പെയിൻറ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അക്രിലിക്കിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഡ്രൈ ആയി കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പെയിൻറ്റിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഞാനിവിടെ പെയിൻറ് എടുത്തിട്ടുള്ളതും അത് മിക്സ് ചെയ്യുന്ന ആ ഒരു മെത്തേഡും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണുന്നതാണ്. എത്രമാത്രം വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൽ. കാരണം പല ആളുകൾക്കും സംശയമുള്ള ഒരു കാര്യമാണ് അക്രിലിക് മീഡിയം കൈകാര്യം ചെയ്യുമ്പോൾ എത്ര വെള്ളം യൂസ് ചെയ്യണം, അതോ ഇനി കൂടുതലായിട്ട് വെള്ളം യൂസ് ചെയ്ത് ഭയങ്കര ഈ തിന്നായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടാതെ പോകും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രഷ് മൂവ് ചെയ്യാൻ പാകത്തിന് ലൂസാക്കിയിട്ട് ഈ അക്രിലിക് മീഡിയത്തെ കൈകാര്യം ചെയ്യുക. ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെയിൻറ്റിങ്ങിലുള്ള അതിൻ്റെ ക്വാളിറ്റി കൃത്യമായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു ചിത്രത്തിൽ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാനിയിലെ ഫിഷിംഗ് ഹാർബറാണ്. അപ്പോൾ അവിടെ ധാരാളം ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പല ബോട്ടുകൾ കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ നിർത്തിയിട്ടിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ വെച്ചിട്ടാണ് ഞാനിവിടെ ഒരു ലാൻഡ്സ്കേപ്പായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ തുടക്കക്കാരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അക്രിലിക് മീഡിയം യൂസ് ചെയ്യുമ്പോൾ പല ആളുകളും കാണിക്കുന്ന ഒരു തെറ്റാണ് ധാരാളം പെയിൻറ് എടുക്കും. ധാരാളം പെയിൻറ് എടുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ആ പെയിൻറ് ഡ്രൈ ആയി പോവും. പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് വേസ്റ്റ് മാത്രമായി തീരും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രമുള്ള പെയിൻറ് നമ്മൾ യൂസ് ചെയ്യുക. കൂടാതെ തന്നെ ബ്രഷ് നമ്മൾ എപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗത്തിന് ശേഷം ഉടനെ തന്നെ ആ ബ്രഷ് ക്ലീൻ ചെയ്ത് വെക്കുക. ബ്രഷ് ക്ലീനാക്കാൻ വേണ്ടി നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം അടുത്ത് തന്നെ വെക്കുക, ഒരു ക്ലോത്തും അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുക. നമുക്ക് ഏതൊരു സർഫസിലും ധൈര്യമായിട്ട് പെയിൻറ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ് ഈ അക്രിലിക്. അതുകൊണ്ട് തന്നെ നമുക്ക് മ്യൂറലായിക്കോട്ടെ, ഇനിയിപ്പോൾ പേപ്പർ വർക്ക് ആയിക്കോട്ടെ, കമ്മീഷൻ വർക്ക് ആയിക്കോട്ടെ, ഏതൊരു വർക്കിനും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മീഡിയമാണ്. പെയിൻ്റ് എടുത്ത് നമ്മളിങ്ങനെ ഈ കളർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ലെയറായിട്ട് തന്നെ യൂസ് ചെയ്ത് പോവുക. അതാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ക്വാളിറ്റി നമ്മളെ വർക്കിൽ കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഒരു ലെയർ അടിച്ചു, അതിന് ശേഷം അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത ലെയർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട്
മാറ്റങ്ങൾ ഇതിലൂടെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പിന്നെ നമ്മൾ എത്രത്തോളം നമ്മൾ ഈ ഒരു മീഡിയം യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് തീർച്ചയായും വന്നുകൊണ്ടിരിക്കും. ഒരു പാലറ്റ് നൈഫ് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളറുകൾ മിക്സ് ചെയ്യാനായിട്ട് കൂടുതൽ വെള്ളം ചേർക്കാത്ത ഒരു പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കളർ മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു നൈഫിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ഈ പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചിത്രങ്ങൾ കളർ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞു ബോട്ടിൽ പെയിൻറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ബോട്ടിൽ പെയിൻറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പല ആളുകളും ബ്രഷ് എടുത്തിട്ട് ഡയറക്റ്റ് അത് മുക്കിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ പല ആളുകളുടെയും ആ ഒരു ബ്രഷുകൾ നാശാവാൻ സാധ്യത കൂടുതലാണ്. കാരണം ബ്രഷിൻ്റെ മെറ്റൽ പാർട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ഒരു കളറ് ഫില്ലാവുകയും അവിടെ വെച്ച് ഡ്രൈ ആയി പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ട്യൂബ്സ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. പെയിൻറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പല രീതിയിലുള്ള പെയിൻറ്റിങ് മെത്തേഡുകളാണ് നമ്മളെ നാട്ടിൽ നിലനിൽക്കുന്നത്. റിയലിസം, എക്സ്പ്രഷനിസം, ഇംപ്രഷനിസം, അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ്, സർറിയലിസം തുടങ്ങി ധാരാളം പെയിൻറ്റിങ് മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിലുള്ള ഓരോ പെയിൻറ്റിങ്ങിലും കാണുന്ന ബ്രഷുകളുടെ ഒക്കെ സ്ട്രോക്സ് ഡിഫറെൻറ്റ് ടൈപ്സിലാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്കതിനനുസരിച്ച് ഓരോ പിക്ചറും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് നോക്കി തന്നെ പെയിൻറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ പെയിൻറ്റിങ്ങിലും ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ ഈ ആക്രിലിക് മീഡിയം യൂസ് ചെയ്യാനുള്ള കുറച്ച് പേപ്പറുകൾ ഞാൻ പറയാം. ഐവറി കാർഡ്, പിന്നെ ഓയിൽ സ്കെച്ച് പേപ്പർ, നമ്മൾ ഓയിൽ പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പേപ്പറാണ്. അപ്പോൾ അത് ഇത്തിരി കട്ടി കൂടിയിട്ടുള്ളൊരു പേപ്പർ തന്നെയാണ്. അപ്പോൾ അതിലും നമുക്ക് ഈ ആക്രിലിക് മീഡിയം യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് മൗണ്ട് കാർഡ്. നമ്മൾ പല പിക്ചേഴ്സും ഫ്രെയിം ചെയ്യാനായിട്ട് അതിൻ്റെ ഫ്രെയിമിന് ഉപയോഗിക്കുന്ന ഒരു കാർഡാണ് മൗണ്ട് കാർഡ്. അത് അത്യാവശ്യം കട്ടിയുള്ളതാണ്. പിന്നെ ഹാൻഡ് മെയ്ഡ് പേപ്പർ ഒരു 300 GSM ഒക്കെ പേപ്പറുകൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഈ ഒരു മീഡിയം യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള മീഡിയത്തിലൊക്കെ തുടക്കക്കാർ യൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ക്യാൻവാസിലേക്ക് മാറിയിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ക്യാൻവാസ് ഷീറ്റ് തന്നെ, ലോ കോസ്റ്റിലുള്ള ക്യാൻവാസിൻ്റെ പല തരത്തിലുള്ള ഷീറ്റുകളുണ്ട്. നമ്മുടെ ഈ ഷർട്ടിലൊക്കെ കോളറൊക്കെ ഉപയോഗിക്കുന്ന ഒരു കട്ടി കുറഞ്ഞിട്ടുള്ള ക്യാൻവാസിൻ്റെ ക്ലോത്ത് ഉണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതിലൊക്കെ യൂസ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ പിന്നെ വില കുറഞ്ഞിട്ടുള്ള ക്യാൻവാസ് ബോർഡുകൾ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ബോർഡുകൾ വാങ്ങിച്ചിട്ട് അതിൽ പെയിൻറ്റ് ചെയ്ത് നോക്കുക. ധാരാളം പെയിൻറ്റിങ്ങുകൾ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള വഴികളെന്ന് വെച്ച് കഴിഞ്ഞാൽ. അധികം ഒഴുക്കൊന്നും ഇല്ലാത്ത ഒരു പുഴയിലാണ് ഈ ഒരു ബോട്ടുകൾ ഇപ്പോൾ നിർത്തിയിട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ നിഴൽ കറക്റ്റായിട്ട് നമുക്ക് എടുത്ത് കാണിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഷെയ്ക്കായിട്ടായിരിക്കും നമുക്ക് അത് കാണുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പിക്ചേഴ്സ് ചെയ്യുമ്പോൾ ധാരാളമായിട്ടും നമ്മൾ ബ്രഷിൻ്റെ സ്ട്രോക്കുകളും കൂടി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള കുറേ മാറ്റങ്ങൾ ഇതിൽ വരും. പിന്നെ ഈ മീഡിയം കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇത് ഞാൻ ചെയ്ത തെറ്റുമോ എന്നുള്ള ആ ഒരു ഭയമൊന്നും വേണ്ട. വർക്ക് ചെയ്യുക, അത്ര തന്നെ. നമ്മളിപ്പോൾ വാട്ടർ കളർ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിലും ചെയ്യുന്നത്. പക്ഷേ വെള്ളത്തിൻ്റെ അളവ്, അതിൻ്റെ കൺസിസ്റ്റൻസി ഇത്തിരി കുറവാണ് എന്നുള്ള ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു മീഡിയം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പേടിയും വേണ്ട. എവിടെയെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഈ മീഡിയം യൂസ് ചെയ്തിട്ട് തന്നെ അതിൻ്റെ പുറത്തു കൂടെ കവർ ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുക.
പിന്നെ വല്ല കാരണവശാലും കൂടുതൽ പെയിൻ്റ് എടുത്ത് പോയി അത് ഒരുപാട് ബാക്കിയായി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് വെള്ളം ഒരു 80% വെള്ളം 20% ഗ്ലിസറിനും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലിൽ ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാക്കി വരുന്ന ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഡ്രൈ ആയി കഴിഞ്ഞാലും നമ്മുടെ ഗ്ലിസറിൻ അതിൻ്റെ മുകളിൽ ഒരു കോട്ടിംഗ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പെയിൻറ്റ് വേഗം ഡ്രൈ ആവുന്നത് മാറിക്കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Okay, thank you so much for watching this video.